ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇന്ന് ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന്. അതേ ഗൈസ്, എനിക്ക് എൻ്റെ എൻസെമ്മിൻ്റെ ടൈം ടേബിൾ കിട്ടി. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്ലീനർ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ഫസ്റ്റിൽ തന്നെ ഞാൻ ബെഡാണ് കുടഞ്ഞിട്ടത്. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയായി. ഇനി നമുക്കിൻ്റെ ടേബിൾ ഒന്ന് ശരിയാക്കണം. മാത്രമല്ല, ഇവിടെ കുറേ ഡ്രസ്സ് ഞാൻ ഇങ്ങനെ അലക്കാനായിട്ട് കുന്നുകൂട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ടേബിൾ ഒന്ന് ശരിയാക്കാനായിട്ട് ആദ്യം തന്നെ ആ ഒരു ടേബിൾ ആവശ്യമില്ലാത്ത, അതായത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അതിൽ ഒരു ബന്ധവുമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടാവും. ആദ്യം തന്നെ അതെടുത്ത് മാറ്റി നമ്മൾ എവിടെയാണോ ഇതൊക്കെ വെക്കാറ് അത് അവിടെ കൊണ്ടുപോയി വെക്കുക. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മാഗീൻ്റെ പാത്രമൊന്നും കഴിയിട്ടില്ല, അപ്പോൾ അതെല്ലാം കഴുകാനായിട്ട് കൊണ്ടുപോയി വെക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ മേശപ്പുറത്ത് എൻ്റെ ഒരു ജേണൽ പ്ലസ് ജങ്ക് ജേണൽ പ്ലസ് എൻ്റെ ഒരു എന്താ പറയുക, അത് ആർട്ട് ജേണൽ എന്നൊക്കെ പറയാം, ആ ഒരു ബുക്കാണ്. അതിൻ്റെ ഒരു ടൂർ ഞാൻ പിന്നെ തരാം കേട്ടോ. ഈ ഒരു ബുക്ക് ഞാൻ ഉണ്ടാക്കിയ ബുക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത, പഠനവുമായി ബന്ധമില്ലാത്ത, ആർട്ടുമായി ബന്ധമുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം ഞാൻ അവിടെ നിന്ന് പെറുക്കി മാറ്റി. പിന്നെ ക്ലാസ്സിലുള്ള നോട്ടുകൾ, പിന്നെ പണ്ടെപ്പോഴും ഉണ്ടാക്കിയ ജേണൽ, ഇത് ഞാൻ പിൻട്രസ്റ്റ് നോക്കി വരച്ച കുറച്ച് സാധനങ്ങളാണ്. അങ്ങനെ അലക്കുലത്തെ സാധനങ്ങൾ എല്ലാം തന്നെ നമ്മൾ ടേബിളിൽ നിന്ന് മാറ്റണം. നമ്മളുടെ ശ്രദ്ധ ഫുള്ള് പഠിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ നോക്കിയപ്പോഴാണ് ചെടിച്ചട്ടീൻ്റെ അടിയിൽ കുറേ മണ്ണ്. ഇത് എവിടെ നിന്ന് വന്നെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ്, വെറുതെ അല്ല, ഞാൻ വെള്ളം കൂട്ടി ഒഴിക്കുമ്പോൾ വെള്ളമായ പാത്രത്തിൻ്റെ അടിയിൽ കൂടെ വരുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ മണ്ണും പോരുന്നുണ്ട്. ഞാൻ പിന്നെ പണ്ടേ ഒരു പിശുക്കത്തി ആയതുകൊണ്ട് ആ മണ്ണ് തിരിച്ച് ആ പോട്ടിലോട്ട് തന്നെ ഇട്ടു. അങ്ങനെ ഏകദേശം റെഡി ആയിന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത് ഇപ്പുറത്തൊരു ഫാൻ പൊടിയും പിടിച്ച് കിടക്കുന്നത്. ഇവിടെ പിന്നെ സമ്മറായ പിന്നെ ഫാനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഓൾറെഡി ഒരു സീലിംഗ് ഫാൻ ഉണ്ട്, എന്നാലും ഈ ഒരു ഫാനും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ ജനാലയെ മറച്ചുകൊണ്ടൊരു ഫോം ബോർഡ്, ഒന്നല്ല 2 ഫോം ബോർഡ്, 5mm 2 ഫോം ബോർഡ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പണ്ടെപ്പോഴും വെച്ചതാണ്, ഇതുവരെ എടുത്തിട്ടില്ല. അതിന് സ്ഥലം മാറ്റി ഇപ്പുറത്തേക്ക് വെക്കാൻ തീരുമാനിച്ചു. നല്ല വെയിറ്റാണ് കേട്ടോ, കാണുന്ന പോലെയല്ല. അങ്ങനെ ഞാൻ ഈ സാധനം അതിൻ്റെ ഇടയിൽ വെച്ചു എന്ന് വിചാരിച്ച് തിരിഞ്ഞപ്പോഴേക്കും തലയും കുത്തി വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു മേശയുടെ സൈഡിലിരിക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റി അവിടെ വെക്കാമെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് തള്ളി, ഈ ഒരു തുരങ്കം പോലെ, തുരങ്കമല്ല, പുറത്തേക്ക് തള്ളിപ്പോയി. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, ഈ മേശയുടെ ഫ്രണ്ടിൽ എന്നെ ഫേസ് ചെയ്യുന്ന പോർഷനിൽ വെക്കാമെന്ന്. കാരണം എന്തായാലും എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന കുറേ പടവും കാര്യങ്ങളെല്ലാം മറച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാര്യം അത് കാണുമ്പോൾ തന്നെ എനിക്ക് വരയ്ക്കാനുള്ളൊരു ത്വര വരും. അങ്ങനെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഈ മേശയുടെ അടിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഷെൽഫിലോട്ട് എടുത്ത് മാറ്റി അവിടുത്തെ 1.5 മാസത്തെ പൊടി ഞാനങ്ങ് തുടക്കിയല്ല, അടിച്ച് വാരി. അങ്ങനെ കുറേ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു, പേപ്പർ അത് ഇതൊക്കെ. അങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റിലെ സാധനങ്ങളും ആ ഒരു സാധനങ്ങളും എടുത്ത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഈ മണ്ണ് പോലത്തെ വേസ്റ്റ് നമ്മുടെ ക്ലീനിങ് ചേച്ചി വന്നിട്ട് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. ബാക്കി ഈ ഒരു വേസ്റ്റ് മാത്രം നമുക്ക് ഈ ബിന്നിലേക്ക് ഇടാം. അങ്ങനെ ഏകദേശം ആ പണികൾ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ പരീക്ഷ അടുത്തിട്ടും ക്ലീൻ ചെയ്യാനിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യരുത്. നിങ്ങൾ എന്നെപ്പോലെ വളരെ കണ്ണിൽ കാണുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് റെഡിയാക്കി വെക്കുക. അല്ലാതെ മുക്കും മൂലയും തുടച്ച് വൃത്തിയാക്കിയിട്ട് പഠിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഈ ഒരു ടേപ്പ് ഞാൻ കാണിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം ഒട്ടിക്കാനായിട്ട്. കാരണം പെയിൻ്റൊന്നും പോകത്തില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ഫോം ബോർഡ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. അതിൻ്റെ പാടെ പുറകെ അവിടെ ഇരുന്ന ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ പാത്രം തലയും കുത്തി വീണു. പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ പണ്ടെപ്പോഴോ ഫസ്റ്റ് ഇയറിൽ മേടിച്ച ഒരു സ്പ്രൈറ്റ് കുപ്പീൻ്റെ അകത്ത് മുറിച്ച് വെച്ചിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടായിരുന്നിരുന്നത്. അതിൻ്റെ വെയിറ്റ് തന്നെ താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ വളർന്ന് വലിയൊരു മരം പോലെ ആയല്ലോ. അതുകൊണ്ട് ഞാനൊരു രസക്കുള്ള കുപ്പിയിലേക്ക് ഇട്ടു. അങ്ങനെ ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസാനത്തെ ഒരു കോലം. റൂമേറ്റ് ഉറങ്ങണോണ്ട് ഈ ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി വേണം പഠിച്ചു തുടങ്ങാനായിട്ട്.